നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വെറും 24 മണിക്കൂറിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചാലോ? അതിന് വെറും 2 കപ്പും വെള്ളവും മാത്രം മതി. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് 2 കപ്പ് മെത്തേഡ് ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താവുമെന്ന്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ക്വാണ്ടം ജമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ 2 കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ വരാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തില്ല വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രൈബ് മാറ്റാം, നിങ്ങളുടെ വൈബ് എനിക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ് ഉണ്ട്. വാട്ടർ ടെക്നിക്, ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻസ്, മണി അഫോർമേഷൻസ്, സെലിബ്രേഷൻസ് ആൻഡ് എവറിത്തിങ്. നിങ്ങൾക്ക് അവിടെ ഉറപ്പായും രാവിലെ ഒരു വളരെ വലിയ തോതിൽ ഊർജം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാനും അന്നത്തെ ദിവസം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ രാവിലത്തെ ഫ്രീ സെഷൻ സഹായിക്കും ധാരാളമായി. അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട്, ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഇനിയും സപ്പോർട്ട് നൽകുക. പുതുതായി നിങ്ങൾ ഗ്രീൻ ട്രൂത്ത് എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാനമാക്കി ലോകമെമ്പാടുമുള്ളവർ ഉപയോഗിക്കുന്ന 2 കപ്പ് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഇത് പ്രധാനമായും എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ എന്താണ് 2 കപ്പ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയെ ക്വാണ്ടം ജമ്പിങ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു സമാന്തര യാഥാർത്ഥ്യത്തിലേക്ക്, ഒരു പാരലൽ റിയാലിറ്റിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഊർജത്തെയും ഉദ്ദേശത്തെയും നിലവിൽ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ സഹായിക്കും. പ്രധാന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വെള്ളം എന്നത് ഊർജത്തെയും വിവരങ്ങളെയും വഹിക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമായും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 2 ഒരേപോലെ തോന്നിക്കുന്ന കപ്പുകൾ വേണം. അത് ഗ്ലാസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഗ്ലാസ് ഇല്ലാത്ത ആൾക്കാർ മറ്റേതെങ്കിലും പ്ലാസ്റ്റിക്കോ ആ തരത്തിലേതെങ്കിലും എടുക്കാം. രണ്ടാമത്തത് 2 സ്റ്റിക്കി നോട്ടുകൾ എടുക്കണം. അതായത് സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ്സിൽ നമുക്ക് പേപ്പർ ഒട്ടിയിരിക്കുന്ന തരത്തിലുള്ള പേപ്പേഴ്സാണ് സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ പേപ്പർ ആയാലും മതി. ബട്ട് ആ പേപ്പർ ഒട്ടിയിരിക്കാനായിട്ട് പശ എന്തെങ്കിലും തേച്ച് വയ്ക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു പേന വേണം, കുറച്ച് വെള്ളവും വേണം. പ്രധാനമായും ഇത്രയും സാധനങ്ങൾ വേണ്ടേ. ഇനി ഇതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക, ഒരു മിസ്റ്റേക്കും വരരുത്. അപ്പോൾ നമുക്കിവിടെ 2 കപ്പുണ്ട്. ഓക്കെ, കപ്പ് എ, കപ്പ് ബി. ഈ കപ്പ് എയിൽ നിലവിലെ നിങ്ങളുടെ യാഥാർത്ഥ്യം എഴുതുക. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ്, അത് ആ ഒരു കയ്യിലൊരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ നിങ്ങളുടെ നിലവിലെ അവസ്ഥ എഴുതുക. ഒരു വാക്കിലോ അല്ലെങ്കിൽ ചെറിയ വാചകത്തിലോ എഴുതി എന്ത് ചെയ്യണം, ആ കപ്പ് എയിൽ ഒട്ടിക്കുക. 1-2 എക്സാമ്പിൾസിന് പറയാം. നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഇന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, കടമുണ്ട്, പണമില്ല, ജോലിയില്ല. സോ എന്താണോ ആ അവസ്ഥ നിങ്ങൾ എഴുതുക. നെഗറ്റീവായ ഫീലിങ്സ് കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, പക്ഷെ നിലവിലെ അവസ്ഥ എന്താണോ അത് വ്യക്തമായിട്ട് എഴുതുക. ഈ കപ്പ് എയിൽ നമ്മൾ പേപ്പറിൽ എഴുതി ഒട്ടിച്ചു ശേഷം ആ കപ്പിനകത്ത് വെള്ളം ഒഴിച്ചു വയ്ക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്തും നിങ്ങളുടെ നിലവിലെ അവസ്ഥ എന്താണോ അത് നന്നായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി നമ്മുടെ മുന്നിലുള്ളത് കപ്പ് ബി, 2ാമത്തെ കപ്പാണ്. ആ കപ്പിൽ നമ്മൾ എഴുതി ഒട്ടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യമാണ് എഴുതി ഒട്ടിക്കേണ്ടത്. സോ 2ാമത്തെ സ്റ്റിക്കി നോട്ട് എഴുതുക. അതിൽ നിങ്ങളുടെ ആഗ്രഹം ഓൾറെഡി സഫലമായ അവസ്ഥയിൽ എഴുതി ഒട്ടിക്കുക. മനസ്സിലാവുണ്ടോ? അത് മാക്സിമം എത്രത്തോളം പോസിറ്റീവായിട്ട് നന്ദിപൂർവ്വമാണ് നിങ്ങൾ എഴുതാണത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ നമുക്ക് പറയാം, കടത്തിന് പകരം സാമ്പത്തിക പ്രശ്നത്തിന്, സാമ്പത്തിക ബുദ്ധിമുട്ടിന് പകരം ഇവിടെ നമ്മൾ എഴുതുന്നത് എന്താണ്, സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചതിന് നന്ദി, സന്തുഷ്ടമായ ഒരു ജോലി ലഭിച്ചതിന് നന്ദി, ആരോഗ്യമുള്ള ശരീരമുള്ളതിന് നന്ദി. അപ്പോൾ കപ്പ് എയിൽ നമ്മൾ എഴുതുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, ചിലപ്പോൾ അത് നെഗറ്റീവാകും, മോശമായ അവസ്ഥയായിരിക്കാം. കപ്പ് ബിയിൽ എഴുതുന്നത് നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കപ്പ്
ബിയിൽ എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ കപ്പ് എയിൽ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എഴുതി. കപ്പ് ബിയിൽ നമ്മൾ എഴുതുന്ന ഏതാണ്? നമ്മൾ ഏതാണോ ബെറ്റർ ആയിട്ട് അവസ്ഥ, ആ അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അവസ്ഥ എന്താണോ അത് ഗ്രാറ്റിറ്റ്യൂഡ് ഉൾപ്പെടെയാണ് നമ്മൾ എഴുതി ഒട്ടിക്കുന്നത്. അപ്പോൾ എ എന്ന കപ്പിൽ നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചു വെച്ചിരുന്നു. ഇനി പതുക്കെ എ എന്ന കപ്പിൽ നിന്ന് ആ വെള്ളം ബി എന്ന കപ്പിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ പൂർണ്ണമായി മനസ്സിൽ കൊടുക്കേണ്ടത് ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ അവസ്ഥയിൽ നിന്നും ഞാൻ എന്താണോ ആഗ്രഹിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. പൂർണ്ണമായും എനിക്ക് അതിനനുകൂലമായ അവസരങ്ങൾ, എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, എനിക്ക് അനുകൂലമായ പണം, എനിക്ക് അനുകൂലമായ വ്യക്തികൾ, ഇവരൊക്കെ വരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെയാണ് ജീവിക്കുന്നതെന്ന് പൂർണ്ണമായി ഇൻറ്റൻഷൻ, പൂർണ്ണമായും സന്തോഷത്തോടെ, പൂർണ്ണമായി വിശ്വാസത്തോടു കൂടി ആ വെള്ളം ഒഴിക്കുന്നു. ശേഷം ആ വെള്ളം വളരെ സാവധാനം മുഴുവനും കുടിക്കും. ഈ വെള്ളം നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തേക്കും ഊർജത്തെയും ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായാണ് നമ്മൾ കപ്പ് ബിയിൽ നിന്നും വെള്ളം കുടിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ അത് റിവൈൻഡ് ചെയ്ത് കാണുക. ഇനി ചെയ്യാണ്ടതും ചെയ്യാതിരിക്കാനും കുറച്ച് കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോസ് ഞാൻ പറയാം. ഓക്കെ, സോ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തോടെയും പൂർണ്ണമായ ഉദ്ദേശത്തോടെയും കൂടെ ചെയ്യുക. 2, ഈ ഒരു മെത്തേഡ് ചെയ്യണ മുന്നേ 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ധ്യാനം ചെയ്തിട്ട് ഈ ഒരു 2 കപ്പ് മെത്തേഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫലം കൂടുതൽ കിട്ടും. അതായത് ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം നിങ്ങളെ നേടിയെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പൂർണ്ണമായും എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇനി ചെയ്യാൻ പാടില്ലാത്തത്, നമ്മൾ ഓൾറെഡി പഴയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കരുത്. അത് ഓൾറെഡി കഴിഞ്ഞു, ദാറ്റ്സ് നെഗറ്റീവാണ്, അത് പൂർണ്ണമായും നമ്മൾ കളയുക. ഫലം ഉടൻ ലഭിക്കുമോ എന്ന് സംശയം ഒരിക്കലും വരരുത്. സംശയം വന്നു കഴിഞ്ഞാൽ ഊർജത്തെ നിങ്ങൾ തടയും. സോ ഡൗട്ട് ഒരു തരത്തിലും വേണ്ട. വെള്ളം കുടിക്കുമ്പോൾ പകുതിയിൽ നിർത്തരുത്. ആ വെള്ളം മുഴുവനും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കുടിച്ചു തീർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്, എത്ര ദിവസം ഇത് ചെയ്യണമെന്ന്. ദിവസം ഒരു തവണ ചെയ്യുക. കഴിയുമെങ്കിൽ 21 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ദിവസം മാത്രം നിങ്ങൾ കപ്പ് എയും കപ്പ് ബിയും എടുക്കുക. 2ാമത്തെ ദിവസം മുതൽ കപ്പ് ബിയിൽ മാത്രം നമ്മൾ എന്താണോ നമ്മുടെ യാഥാർത്ഥ്യം, അത് ഓൾറെഡി ലഭിച്ചതുപോലെയാണ് നമ്മൾ സ്റ്റിക്കി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്, അതിലേക്ക് വെള്ളം ഒഴിക്കുക, ആ വെള്ളം കുടിക്കുക. എന്നിട്ട് പൂർണ്ണമായി വിശ്വസിക്കുക, ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നതെന്ന്. ഇനി ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായും കമൻസിലൂടെ ചോദിക്കാം. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും തമ്പുരാൻ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.